പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊട്ടിക്കലാശ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഹോട്ട് ബൈറ്റുകളിൽ ഒന്നായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിരുകടന്ന പ്രതികരണമുണ്ടായത്. പല കാലത്തും വോട്ടിംഗിന്റെ ഗതി നിർണ്ണയിച്ച പ്രതികരണങ്ങൾ നടത്തിയ പിണറായി വിജയന്റെ രേവന്ത് റെഡ്ഡിക്കെതിരെ നടത്തിയ ഡാഷ് മോനെ പരാമർശം LDFന് തിരിച്ചടിയാകുമോ എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ന്യൂസ് ആംഗിളിലേക്ക്. അപ്പോൾ ഈ പരാമർശം ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ്. കാരണം രേവന്ത് റെഡ്ഡിക്ക് അദ്ദേഹം മറുപടി നൽകിയതായിരുന്നു ഈ കടുത്ത ഭാഷയിൽ. അർജുൻ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. അർജുൻ, ഒരു മുഖ്യമന്ത്രിക്ക് ഗുഡ് മോർണിംഗ്. ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന ഒരു ഭാഷയല്ല രേവന്ത് റെഡ്ഡി ഇവിടെ വന്ന് നടത്തിയതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ശരിയാണ്, മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ വന്നു, പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ എത്തി. അദ്ദേഹത്തിന് ആരോ എഴുതി കൊടുത്തതാണ്, അത് അദ്ദേഹം അതേപോലെ തന്നെ വായിച്ചു അവതരിപ്പിച്ചു. അതിന് ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ ഡാഷ് മോനെ രേവന്തെ മറുപടി പിന്നീട് നൽകാം എന്ന കാര്യം പറഞ്ഞത്. അത് ഡാഷിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ആർക്കും പൂരിപ്പിച്ച് ചേർക്കുകയും ചെയ്യാം. ഈ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം ഇത് മാത്രമല്ല, ഇതിനു മുൻപും ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും പല കാര്യങ്ങളും പോയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോട് ദേഷ്യപ്പെട്ടതാണെങ്കിലും ഈ ചെറ്റ വർത്താനം പറഞ്ഞതാണെങ്കിലും അങ്ങനെ പല 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 കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീണിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഈ ഡാഷ് മോൻ പരാമർശം അത് തിരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് കരുതാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? സേതു, ഗുഡ് മോർണിംഗ്. പിണറായി വിജയൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് CPM-നെയൊക്കെ. അത് ദീർഘകാലത്തേക്ക് ഉള്ളതായിരിക്കും. പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് കുറേ കാലത്തേക്ക് അദ്ദേഹത്തെ വേട്ടയാടും, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ എന്ന് പറയാം. പക്ഷേ ഈ വിഷയത്തിൽ രേവന്ത് റെഡ്ഡിയുടെ കാര്യത്തിനകത്ത് ഒരു പ്രകോപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനമാണ്. കാരണം ആദ്യം അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രചാരണ പരിപാടിക്കിടെ അദ്ദേഹം മുഖ്യമന്ത്രിയെ നീ പോ മോനെ വിജയ എന്ന് വിളിക്കുകയാണ്. പക്ഷേ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അതിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറുപടി നൽകുന്നു. തെലങ്കാനയേക്കാൾ കൂടുതൽ വികസനം നടന്നത് കേരളമാണ് എന്ന് വിശദീകരിക്കുന്നു. അവിടെ ഇപ്പോൾ ബുൾഡോസർ രാജാണ് നടപ്പാക്കുന്നതെന്ന് തെലങ്കാന മുഖ്യമന്ത്രി വിമർശിക്കുകയാണ്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് രേവന്ത് റെഡ്ഡി കത്തിൽ ഇക്കാര്യം പരാമർശിച്ചുകൊണ്ട് ഈ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി അയച്ച കത്തിലാണ് ഈ പരാമർശം വീണ്ടും കടന്നു വന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ള സ്വഭാവം. അതായത് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡിൽ അയക്കുന്ന ഒരു കത്തിനകത്ത് പോലും നീ പോ മോനെ വിജയ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പരാമർശമാണ്. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്ന ഒരു കത്തിൽ പോലും അത്തരത്തിലുള്ള അവഹേളിക്കുന്ന പരാമർശം കടന്നുകൂടി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ ഇന്നലെ അത്രയും പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിൻ്റെ അടിസ്ഥാന കാരണം എന്തായാലും രേവന്ത് റെഡ്ഡിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്ര പ്രകോപനം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. സ്വാഭാവികമായും അത് എങ്ങനെ തിരിച്ചടിയാകുമോ, ഏതെങ്കിലും തരത്തിൽ വോട്ടിനെ സ്വാധീനിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ശരി എന്നുള്ള പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം രേവന്ത് റെഡ്ഡി അങ്ങനെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി നൽകിയ കത്തിലൊന്നും അങ്ങനെ വിമർശിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിലാണ് പൊതുവെ ഉയർന്നിട്ടുള്ള ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഇത് വോട്ടിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതേസമയത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എല്ലാ കാലത്തേക്കും നിലനിൽക്കും എന്നുള്ളത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെയൊക്കെ കഴിഞ്ഞ എത്രയോ പരാമർശങ്ങൾ എല്ലാ കാലത്തേക്കും അതുപോലെ പ്രയോഗിക്കപ്പെടുകയും മറ്റുള്ള ആളുകളൊക്കെ അത് പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു തെറ്റായ കീഴ്വഴക്കം അത് ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതല്ലാതെ വോട്ടിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അർജുൻ, ശരി. അപ്പം ഈ പറഞ്ഞ പോലെ